ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. ഒരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി വന്നവനേ, സീനായ് മാമലയിൽ ഇറങ്ങി വന്നവനേ, ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. ആത്മദാഹം തീർക്കുവാനായി ഇറങ്ങി വാ ദേവാ. പാവനാത്മാവേ, എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 26-ാം വാക്യം. എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യും. പഠിപ്പിക്കുന്ന, അനുസ്മരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. റുഹാദ കുദിശ ആത്മാവിൻ്റെ ഗുരുവാണ്, ആത്മാവിൻ്റെ അധ്യാപകനാണ്. പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് പുസ്തകങ്ങളിലൂടെയോ പ്രഭാഷണങ്ങളിലൂടെയോ അല്ല, പിന്നെയോ നിശബ്ദതയിലൂടെ, സഹനങ്ങളിലൂടെ, കാത്തിരിപ്പിലൂടെ, പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് പാഠങ്ങൾ ചൊല്ലിത്തരുകയാണ്. ഈ പ്രഭാതം തന്നെ ക്ഷമയെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രകാശം ഒറ്റ നിമിഷത്തിനുള്ളിൽ, ഞൊടിയിടയ്ക്കുള്ളിൽ കാണപ്പെടുകയല്ലോ, മെല്ലെ സാവകാശം. ഇറ്റ് അൺഫോൾഡ്സ് സ്ലോലി. പരിശുദ്ധാത്മാവ് ഈ പ്രഭാത കാഴ്ചയിൽ നിന്ന് എങ്ങനെയാണ് ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് എന്ന നല്ല പാഠം നമുക്ക് പറഞ്ഞു തരികയാണ്. ആത്മാവിൻ്റെ ഗുരുവിൽ നിന്ന്, ഗുരുമുഖത്ത് നിന്ന് ജീവിതത്തിൻ്റെ പാഠങ്ങൾ നമുക്ക് അഭ്യസിക്കാം. ചിലപ്പോഴൊക്കെ നമ്മൾ ഞൊടിയിടയിൽ ഉത്തരം പ്രതീക്ഷിക്കും. നമ്മൾ പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല, ഉടനെ നമ്മൾ അസ്വസ്ഥരാകും. എന്തേ ഉത്തരം വൈകുന്നു? ആ നേരത്ത് പരിശുദ്ധാത്മാവ് നമ്മെ മെല്ലെ ഒരുക്കും. കാത്തിരിക്കാൻ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ പറഞ്ഞ് ഒരുക്കിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഈ പ്രഭാതത്തിൽ ആത്മാവിൻ്റെ മൃദുമന്ത്രണങ്ങൾക്കായി കാതോർക്കാം. ആത്മാവിൻ്റെ സ്വരത്തിനായി കാതോർക്കാം. അങ്ങനെ വരുമ്പോൾ കുറെ കൂടെ ദൈവത്തിരഹിതം ജീവിക്കാൻ നമുക്ക് കഴിയും. മറ്റുള്ളവരുടെ നിശബ്ദതയെപ്പോലും നമ്മൾ വായിച്ചെടുക്കും. നമ്മുടെ ആത്മാവിൻ്റെ മന്ത്രണങ്ങളെ നമ്മൾ കേട്ടു തുടങ്ങും. നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധാത്മാവേ, ആത്മീയ ഗുരുവേ, എൻ്റെ ആത്മാവിൻ്റെ അധ്യാപക, എൻ്റെ വിചാരങ്ങളെയും എൻ്റെ തീരുമാനങ്ങളെയും ഇന്ന് നീ നയിക്കണമേ. എളിമയും ക്ഷമയും എന്നെ പഠിപ്പിക്കണമേ. ജ്ഞാനത്തിൽ എന്നെ നീ നയിക്കണേ. നിന്റെ പ്രചോദനങ്ങൾക്ക് കാതോർക്കുവാൻ എന്നെ നീ ഒരുക്കണേ റുഹായേ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്ത് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.